അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഷഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഗഫ്ലത്തിലായി പോകുന്ന മാസമാണ് ഷഅബാൻ മാസം. ഏറെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ട, പരിശുദ്ധ റമദാനിനു വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ് ഷഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഗഫ്ലത്തിലായി പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം എന്നുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ പരിശുദ്ധ റമദാനിനു വേണ്ടി ഒരുങ്ങുകയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ റമദാനിനു വേണ്ടി ഒരുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഷഅബാൻ മാസത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് പരിശുദ്ധ റമദാനിനെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആദ്യമായി എന്താണ് പരിശുദ്ധ റമദാൻ, എന്താണ് റമദാൻ മാസം എന്നുള്ളതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഷഅബാനിൽ ഇരുന്നു കൊണ്ട് റമദാനിനെ പറ്റി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ റമദാനിന് വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ് ഈ ഒരു സംസാരവും അതേപോലെ തന്നെ നമ്മുടെ നന്മകളും അമലുകളെല്ലാം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിന് വേണ്ടി ഒരു മുന്നൊരുക്കത്തിന് തയ്യാറെടുക്കുമ്പോൾ എന്താണ് റമദാൻ എന്ന് ആദ്യം മനസ്സിലാക്കണം. റമദാൻ റമദാൻ എന്നൊരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. റമദാൻ എന്ന വാക്കിനെ പറ്റി പോലും പഠിച്ചാൽ കരിച്ചു കളയുക എന്ന അർത്ഥമാണ് അതിന് കാണാൻ കഴിയുക. റമദാനിലെ നന്മകളിലൂടെ നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയുക എന്നാണ് അതർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ റമദാനിനെ പറ്റി എന്തു പറഞ്ഞു, അതൊരു വളരെ പ്രസക്തമായൊരു സംഭവമാണ്. കാരണം റമദാനിനെ പറ്റി ഖുർആനും ഹദീസും അതാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലൂടെ പറയുകയാണ്, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമത്രേ റമദാൻ. വളരെ സിമ്പിളാണ്. എന്താണ് റമദാൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ. പിന്നീട് റമദാനിൻ്റെ പ്രത്യേകതയല്ല അല്ലാഹു പറഞ്ഞത്, പിന്നീട് അല്ലാഹു പറഞ്ഞത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്. അതെ, ഖുർആൻ എന്താണെന്ന് പറയാം. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗം നൽകുന്ന വേദഗ്രന്ഥം. വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ടും സന്മാർഗം വ്യക്തമാക്കുന്നതുമായ തെളിവുകളുമായി അവതരിക്കപ്പെട്ട വേദഗ്രന്ഥം. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുന്നുണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു എന്ന വേദഗ്രന്ഥം അനുഗ്രഹീതമാണ്. അപ്പം അനുഗ്രഹീതമായ ഒരു വേദഗ്രന്ഥം അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് റമദാനിൻ്റെ മാസപ്പിറവി കണ്ട് ആദ്യം പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞത്, അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, ഷഹ്റുൻ മുബാറക്. ഒരു വലിയ സന്തോഷ വാർത്തയാണ് സ്വഹാബത്തിനോട് പറയണത്. ആവേശത്തോടെ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാക്കും റമദാൻ ഷഹ്റുൻ മുബാറക്, നിങ്ങൾക്കിതാ അനുഗ്രഹീതമായ ഒരു മാസം വന്നിരിക്കുന്നു. അപ്പോൾ റമദാനിനെ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ അവതരണത്തിലൂടെയാണ് പരിശുദ്ധമായ റമദാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റമദാൻ എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ നൽകിയ ഈ മറുപടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.